മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ അർജുൻ ബ്രോ ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖം ബ്രോ, അങ്ങനെ പോണു. നാട്ടിൽ നല്ല ചൂടാണ്. ഇപ്പോൾ അപ്പോൾ ഞാനൊരു രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചാമ്പ്യൻസ് ലീഗിന് തുടങ്ങാം നമുക്ക്. ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് PSVക്കെതിരെ അഗ്രിഗേറ്റിൽ 2 ലെഗുമായിട്ട് നിങ്ങൾ 9 ഗോളൊക്കെ അടിച്ചു. എനിക്ക് തോന്നുന്നു ഗോള് വരുന്നില്ല എന്നുള്ള രീതിയിൽ 5 ഡിഫറെൻറ്റ് പ്ലേയേഴ്സൊക്കെ ഗോൾ അടിക്കുന്ന സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് വെരി വെരി പോസിറ്റീവ്. സോ പക്ഷേ അടുത്ത റൗണ്ട് റയലിനെതിരെയാണ്. അതൊരു വളരെ വളരെ ടഫായിട്ടുള്ള മത്സരമായിരിക്കും. എന്താണ് പ്രീവിയസ് മാച്ചുമായിട്ടുള്ള ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്? പ്രീവിയസ് മാച്ചിൽ നല്ല പോസിറ്റീവ് ആണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറെ ഗോൾ സ്കോറേഴ്സ്, 4-5 ഗോൾ സ്കോറേഴ്സ് വന്നു. ഗോളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. നല്ല ടീം പെർഫോമൻസും കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നതാണ് ശരിയായ ചാലഞ്ച്. ഇനിയാണ് ശരിയായ ചാമ്പ്യൻസ് ലീഗ് വെറ്ററൻസും ആയിട്ടുള്ള കളി വരാൻ പോകുന്നത്. അപ്പൊ ഇനി ഇത്രയും കളിച്ച കളികളല്ല, ഇനിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ബട്ട് ഉള്ള പോസിറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കായോ സാക്ക മേ ബി എൻഡ് ഓഫ് ദിസ് മന്ത് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അങ്ങനെ വരുന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് ഒബ്വിയസ്ലി ടീം കുറച്ചും കൂടെ ബൂസ്റ്റഡ് ആവും. പിന്നെ ഇപ്പൊ വരുന്ന ആ ഗോൾസിന്റെ ആ ഇഷ്യൂ ബുക്കായോ സാക്ക വന്നാൽ കുറച്ചും കൂടെ കുറയുന്നാന്ന് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ലോങ് ടേം ഇഞ്ചറി ആയിട്ട് വരുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് കൂടുതലായിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരൻ വരുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് ബി ഗുഡ് മാച്ച്. ടു ബി വെരി ഓണസ്റ്റ്, ഈ മാച്ച് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. തോക്കുവോ ജയിക്കുമോ എന്നുള്ളതല്ല, ഒരു മാച്ച് ആർസണൽ ആസ് എ ടീം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വിചാരിക്കുന്നത്. ആ ഒരു എക്സ്പോഷർ പ്ലേയേഴ്സിന് കിട്ടണം. ആ ഒരു ഹൈ ലെവൽ ഇന്റൻസിറ്റിയിൽ വരുന്ന മാച്ചുകൾ എങ്ങനെ കളിക്കുന്നുള്ളത് പ്ലേയേഴ്സിന് മനസ്സിലാവണം. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. EPLക്ക് വരുമ്പോൾ ബ്രോ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ലൈക്ക് 12 പോയിന്റിന്റെ അടുത്തുണ്ട് ലിവർപൂളായിട്ട്. ഇനി ആകെ ഒരു 8-9 മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. ഇനി കാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് പ്ലേസ് ആണോ? ഒരിക്കലും അതെ, സെക്കൻഡ് പ്ലേസ് തന്നെ ഫിനിഷ് ചെയ്യാനാണ്. ഇപ്പം എല്ലാവരും നല്ല കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4th പ്ലേസിനുള്ള ടഫാണ്. തൊട്ട് താഴെ നോട്ടിംഗം ഫോറസ്റ്റും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ സെക്കൻഡ് ആയാലും 4th ആയാലും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ അത്ര തന്നെ ഉള്ളൂ. വേറെ ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ലിവർപൂളിന് ചേസ് ചെയ്ത് പിടിക്കാനൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ഈ ഒരു കപ്പിനെ അവർ കൊണ്ടുപോകും. ലീഗ് ലിവർപൂൾ എന്തായാലും കൊണ്ടുപോകും, അതിൽ നോ സംശയം. ബ്രോ, മൈക്കിൾ മെറീനോനെ പറ്റിയിട്ട് ചോദിക്കണം. പുള്ളീനെ ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലാണ് കളിപ്പിക്കുന്നത്. പുള്ളിക്ക് വേറെ വഴിയില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട്. പുള്ളി നല്ല പെർഫോമൻസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ആർടെറ്റയുടെ ഇഞ്ചുറി വലിയൊരു കൺസേൺ ആയിരുന്നു. നിങ്ങളെ സ്കോഡ് ഡിപ്ലീറ്റ് ആയി പോയി. പല മേജർ പ്ലെയറും കളിക്കാനില്ല. കായവേർട്സ് പോയി, ഹിസൂസ് പോയി, അങ്ങനെ വലിയൊരു ഗ്യാപ്പ് അവിടെ വന്നു. എന്താണ് ബ്രോ ഈ സമ്മറിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രൈക്കർ നിങ്ങൾ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ഈ സ്കോഡിലെ പ്ലേയേഴ്സിനെ സ്ട്രൈക്കറാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അടുത്ത സീസണിൽ കാണാൻ പോകുന്നത്? ഇല്ല ബ്രോ, എന്തായാലും സ്ട്രൈക്കർ എന്തായാലും ഇപ്രാവശ്യം വാങ്ങിക്കണ്ട. പക്ഷെ ആരാണെന്നുള്ളതാണ് ചോദ്യം, റൈറ്റ്? ഇപ്പൊ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നിട്ട് പുള്ളിക്കാരൻ ആ ഫീൽഡിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ആളാണ്. പുള്ളിക്കാരൻ ഒരുപാട് നല്ല റിക്രൂട്ട്മെന്റ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ എന്റെ ഫേവറേറ്റ് സ്ട്രൈക്കേഴ്സാണ് ഹാലൻഡ് ഒഴികെ, റൈറ്റ്? പുള്ളിക്കാരൻ അൺടച്ചബിൾ ആണ്. അതുകൊണ്ട് പുള്ളിക്കാരന്റെ പേരെടുത്ത് പറയുന്നത്. ഇതല്ലാതെ എനിക്ക് അലക്സാണ്ടർ ഇസാക്കിനെ ഇഷ്ടമാണ്. പിന്നെ ഓലെ വാട്കിൻസ്. എനിക്ക് 2 പ്ലേയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് തോന്നുന്നത് ആർസണലിന് സൂട്ട് ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ 2 പ്ലേയേഴ്സും കറക്റ്റ് ആണ്. പക്ഷേ കുറച്ചും കൂടെ ബോൾ ക്യാരിങ് എബിലിറ്റി അല്ല, കുറച്ച് നല്ല ബോൾ ഡ്രിബിൾ ചെയ്യാൻ പേസി ആയിട്ടുള്ള പ്ലെയർ ആണ് ഇസാക്ക്, റൈറ്റ്? ആർസണൽ ഏകദേശം ഒരു ന്യൂ കാസ്റ്റിൽ വരുന്നതിന് ഭയങ്കര ഹെവി ആയിട്ട് ലിങ്ക്ഡ് ആയ പ്ലെയർ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഓൾമോസ്റ്റ് 80 മില്യൺ യൂറോസോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആർസണൽ വേണ്ടാന്ന് വെച്ചാണ്. അപ്പൊ എന്തായാലും റിക്രൂട്ട്മെന്റ് എന്തായാലും ഉണ്ടാവും സ്ട്രൈക്കർ ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പൊ നമ്മൾ ഒരു ലീഗൊക്കെ പുഷ് ചെയ്യുന്ന ടീമാണെന്നുണ്ടെങ്കിൽ കൈ ഹാവർട്സ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേങ്കിൽ നല്ലൊരു ഗോൾ ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറിന് എന്തായാലും വേണം. സോ എന്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ 3-4 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് ഇസാക്കാണ്. പ്രീമിയർ ലീഗ് നോക്കിയാണ് ഇസാക്കാണ്. ഓലെ വാട്കിൻസിന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ട്രാൻസ്ഫർ വിൻഡോ, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില്, വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ വാങ്ങാൻ നോക്കിയ സമയത്ത് എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ഈസ് ഓൾമോസ്റ്റ് 30, റൈറ്റ്? പിന്നെ ഉള്ളത് നമ്മുടെ ബെഞ്ചമിൻ സെസ്കോ, ഈ പ്ലേയേഴ്സ് ഉള്ളത്. പക്ഷെ അവർക്കൊക്കെ വന്ന ഉടനെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നല്ല. ഇപ്പോ അലക്സാണ്ടർ ഇസാക്ക് ഗോൾ അടിച്ച് കയറ്റാണ്. ഇതിപ്പോ ഒരു വേറെ നല്ലൊരു ടീം, ഇപ്പൊ ഒരു ലിവർപൂൾ അല്ലെങ്കിൽ ഒരു സിറ്റി പോലത്തെ ടീമിലെ കളിക്കുന്ന, പക്ഷേ പുള്ളിക്കാരൻ ഒബ്വിയസ്ലി എന്തായാലും 30-35 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്തായാലും വരേണ്ട സമയമായി, റൈറ്റ്? അപ്പൊ നല്ല പൊട്ടൻഷ്യൽ പ്ലെയർ ആണ്, പേസി ആണ്, നല്ല ഡ്രിബിളിംഗ് കപ്പാസിറ്റി പ്ലെയർ, നല്ല സ്ട്രെങ്ത് യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ്. സോ നല്ല വെർസ്റ്റൈൽ പ്ലെയർ. സോ എന്റെ ഒരു സജഷൻ ഇസാക്കിനാണ്. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു 100 മില്യൺ
താഴെ നിന്ന് ഒരിക്കലും എന്തായാലും കിട്ടില്ല. പിന്നെ ന്യൂകാസിന്റെ ഇത് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പ്ലെയറിന്റെ സൈഡിൽ നിന്ന് ഒരു പുഷ് വരും. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് അതാണ് ബ്രോ. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു അറ്റാക്കിംഗ് വിങ്ങറിന്റെ ആവശ്യമുണ്ട്. പിന്നെ മിഡ്ഫീൽഡ് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരനായിട്ട് അഡ്വാൻസ് സ്റ്റോക്കാണ്, മിക്കവാറും സൈൻ ആവുമെന്നാണ് പറയുന്നത്, മാർട്ടിൻ സുബിമെൻഡി റയൽ സോഷ്യഡാഡിന്. പിന്നെ ആൻഡ്രിയ ബെർട്ട വരുന്നത് സ്പാനിഷ് ലീഗിൽ നിന്ന് ആയതുകൊണ്ട്, ലാ ലീഗിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നീക്കോ വില്യംസിനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ 3 സൈനിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌവ് 300 മില്യൺ. അപ്പൊ ആസ്നലും നോക്കുന്നത് 300 മില്യൺ സൈനിങ് എന്നാണ്. പക്ഷെ 300 മില്യൺ സ്പെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ സ്ട്രൈക്കർ എന്തായാലും വേണം, നോ ക്വസ്റ്റ്യൻ. ബ്രോ, ഈ സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂള് വീക്ക്നെസ് ഒക്കെ കാണിച്ച് വരുന്ന സമയമായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു. കാരണം അവര് PSG-ക്കെതിരെ പെനൽറ്റിയിലാണ് പോയത്. പിന്നീട് മത്സരങ്ങൾ ഡ്രോ പിടിക്കാൻ തുടങ്ങി, പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സിറ്റി പുറത്തായ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ആ ഇഞ്ചുറി കാരണമാണോ അല്ലെങ്കിൽ ആർട്ടറ്റ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല. എസ്പെഷ്യലി ക്രൂഷ്യൽ മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അടുത്ത ഒരു സീസണിൽ ആർട്ടറ്റെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും ബോർഡിന്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? 100%. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് ഒബ്വിയസ്ലി മിക്കൽ ആർട്ടറ്റിനെ തന്നെ ബാക്ക് ചെയ്യണം. കാരണം ഒരു 4-4.5 ഒരു ക്ലബ്ബിൽ സ്പെൻഡ് ചെയ്താണ്, ഇത്രയും റീബിൽഡ് നടത്തി 4 ആൾ അറിയാൻ പാകത്തിന് ആസ്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു മാനേജറാണ്. സെന്റിമെന്റ്സ് സൈഡ് ഹി സ്റ്റിൽ ക്യാൻ ഡു ദ ജോബ്. ഈ സീസണിൽ പോവാൻ കാരണം ഇപ്പൊ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ അനാവശ്യമായ റെഡ് കാർഡുകൾ ഒരുപാട് ആസ്നലിൽ വന്നു, റൈറ്റ്? വേണ്ടുന്നതും വേണ്ടാത്തതായ കാർഡുകളൊക്കെ വന്നു. ഇപ്പൊ ഡെക്ലൻ റൈസിൻ്റെത്, ലിയോ ട്രസാറിൻ്റെത്, അങ്ങനെ കുറെ റെഡ് കാർഡൊക്കെ വന്നു. പിന്നെ ഇഞ്ചറികളുടെ പെരുമഴയായിരുന്നു, റൈറ്റ്? ഇപ്പൊ എല്ലാ ടീമുകൾക്കും ഇഞ്ചുറിയും കാര്യങ്ങളും കൺസേൺ ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ആ ടോപ്പ് ഫ്ലൈറ്റിൽ ഈ സീസണിൽ എന്തായാലും കപ്പടിക്കുന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഫോളോ ഓഫ് സംഭവിച്ചു. ആ കാർഡുകൾ വന്നു, റെഫറീസിന് ഒരുപാട് മിസ്റ്റേക്സ് വന്നു, ഹെഡ് ബട്ടൊക്കെ ചെയ്തിട്ട് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പെനാൽറ്റി ഒക്കെ കൊടുക്കുന്ന അവസ്ഥയൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് മിക്കലാട്ടിന്റെ പ്രോബ്ലം ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നില്ല. കാരണം പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു പ്രോബ്ലമാണ്. ഇഞ്ചുറി വന്നു. പിന്നെ ഇപ്പൊ കാണുന്ന ബുക്കാഷൊക്കെ ലോങ് ടേം ഇഞ്ചുറി 3-4 മാസമായിട്ട് പുറത്തിരിക്കുകയാണ്. കായ് ഹാവർട്സ് സീസൺ ഔട്ടാണ്, ജെസു സീസൺ ഔട്ടാണ്. ഇതിപ്പോ പുള്ളിക്കാരനെ പറഞ്ഞ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു വിന്റർ സീസണിൽ വിന്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ബിഗ് സൈനിങ് നടത്തിയാൽ അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ 100% എന്തായാലും മിക്കലാട്ടിനെ എന്തായാലും ബോർഡ് എന്തായാലും ബാക്ക് ചെയ്യും. കാരണം അത് ഫുട്ബോളിംഗ് ഡയറക്ടർ ഇപ്പോ പുള്ളിക്കാരൻ വന്നോടനെ അതാണ് ഫസ്റ്റ് പറയുന്നത്, മിക്കലാട്ടിനെ മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയില്ല. സോ പുള്ളിക്കാരനെ തന്നെ ബാക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. വാട്ട് ഇസ് ദ ഇപ്പൊ അങ്ങനെ മാറ്റിയാൽ തന്നെ ബ്രോ ആരെയും ഇപ്പൊ കൊണ്ടുവരിക? അത് ശരിയാണ്. ഇപ്പൊ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്പേഴ്സിൽ നടക്കുന്ന പോലെ ഈ എല്ലാ 1.5 വർഷത്തിലും മാനേജറെ മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, റൈറ്റ്? ഇതിപ്പോ കൊണ്ടുവരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, 1 വർഷം നിൽക്കുന്നു, അടുത്ത ആളെ കൊണ്ടുവരുന്നു. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 4 വർഷത്തിൽ 4 മാനേജറെ മാറ്റി. 4 മാനേജർ മാറ്റിയിട്ട് താഴോട്ട് പോയി എന്നല്ലാതെ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ക്ലബിന്റെ പ്രോഗ്രസ് ഒന്നും നടക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുതിയ മാനേജറെ കൊണ്ടുവരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ കൂടി സാക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ സാക്ക് ചെയ്തിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സെയിം സിറ്റുവേഷൻ ആയിരിക്കും. ബ്രോ, ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ക്ലബിന്റെ മാനേജറായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ ഞാൻ കൊണ്ടുവരിക. ഇപ്പൊ എന്നെ സാക്ക് ചെയ്തിട്ട് വരാൻ പോകുന്ന മാനേജർ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഒരു കൊണ്ടുവന്ന പ്ലേയേഴ്സിന് ഇഷ്ടപ്പെടണമെന്ന് ഒരു ഇത് നിർബന്ധവുമില്ല, റൈറ്റ്? അപ്പൊ പുള്ളിക്കാരനെ വേണ്ടുന്ന രീതിയിൽ റീബിൽഡ് ചെയ്യും. അപ്പൊ അതിന് കുറെ മില്യൻസ് സ്പെൻഡ് ചെയ്യും. അപ്പൊ ബോർഡ് ഒരു ലോങ് ടേം ഇതാ നോക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറിനെ സ്റ്റിക്ക് ചെയ്യുക. ഒട്ടും പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നവരെ മാത്രം സാക്ക് ചെയ്യുക. ഇപ്പൊ ഡേവിഡ് മോയ്സിനെ കണ്ടില്ലേ, വെസ്റ്റ് ഹാമിൽ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടേരാണ് പുള്ളിക്കാരനെ മാറ്റിയത്. പുള്ളി ഇപ്പൊ ഗ്രഹാം പോട്ടർ വന്നു, പുള്ളിക്കാരൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ ഇറ്റ് ടേക്സ് ടൈം. ബട്ട് ഒരു ക്വിക്ക് ഫിക്സ് ഫുട്ബോൾ ക്ലബിനനുസരിച്ചിട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു. ബ്രോ, ഡിഫൻസിനെ പറ്റി ചോദിക്കണം. എസ്പെഷ്യലി സലീബ, ഗബ്രിയേൽ, അവര് നല്ല പേരായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവരെ ബാക്കപ്പ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ കലഫെറി ആയാലും അധികം മത്സരത്തിൽ പുള്ളിനെ സ്റ്റാർട്ട് ചെയ്യിച്ചിട്ടില്ല. പുള്ളി ഇമ്പാക്ട് സബ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് ദിവസം പുറത്തായിരുന്നു. ബ്രോയുടെ അഭിപ്രായത്തിൽ ഇവർക്ക് ബാക്കപ്പ് ആയിട്ട് ഏതെങ്കിലും പ്ലേയേഴ്സിനെ വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് സ്ക്വാഡിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും ഒരു നെക്സ്റ്റ് സീസണിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി? ഇനി മിക്കൽ ആർട്ടറ്റ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോയിട്ടുള്ളത് ഡിഫൻസിലും മിഡ്ഫീൽഡിലാണ്. അറ്റാക്കിംഗിൽ ഒന്നുമില്ല. പുള്ളിക്കാരൻ വരുന്നേരം മാർട്ടിനലി സാക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന റീഇൻഫോഴ്സ്മെന്റ് ആരാ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ ജെസൂസ്, കായ് ഹാവർട്സ്, ഇതന്നെ. ഇത്ര ആദ്യം മാക്സിമം പേര് 3 പ്ലേയേഴ്സ് ആയിരിക്കും. ബാക്കി മൊത്തം ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂറിയൻ ടിംബർ, കാലഫിയോറി, ഇവർക്കൊക്കെ എന്താ പറയാ സ്റ്റോപ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സൂപ്പേഴ്സ് ആയിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ്? സോ അപ്പോ
ഇനി ഒരു റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമെന്ന് വെച്ചാൽ മേ ബി ഒന്നായിരത്തിന് ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, റൈറ്റ്? പിന്നെ പുള്ളിക്കാരൻ യാക്കോബ് കിവിയോറിനെ കാര്യമായിട്ട് ട്രസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ സ്ക്വാഡ് റൊട്ടേഷൻ അതേ കാര്യമായിട്ട് കൊണ്ടുവരാത്തത്. കാരണം ആ പേർ ഗബ്രിയലും സലീബിയും ഒരു എന്താ പറയുക കോമ്പിനേഷനിൽ വർക്ക്ഔട്ട് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ അതിൽ ഒരു ഡിസ്റപ്ഷനും ഇല്ലാതെ കൊണ്ടുപോകണമെന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അപ്പോ അതിന് ഒരു വിശ്വാസം വന്നു. അപ്പോൾ ഇനി അവരെ മാറ്റിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് സംഭവം എന്നാണ് തോന്നുന്നത്. പക്ഷെ ഡിഫൻസിലൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല ബ്രോ. എന്റെ അഭിപ്രായത്തിൽ മിഡ്ഫീൽഡിൽ ഒരാൾ പ്രോബബ്ലി മേ ബി CDM, പിന്നെ ഒരു വിങ്ങർ, അറ്റാക്കിംഗ് വിങ്ങർ ഹു ക്യാൻ പ്ലേ ഓൺ ബോത്ത് ഫ്ലാങ്സ്, പിന്നെ ഒരു വെൽ നോൺ അറ്റാക്കർ, ഒരു സ്ട്രൈക്കർ. ഇതാണ് എന്റെ ഒരു ഇത്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെയാണ്. അപ്പൊ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നല്ലൊരു മാച്ചാണ് റയലിനെതിരെ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ ബ്രോ. യാ, ടേക്ക് കെയർ. യാ, ബൈ.